ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ISL ക്യാമ്പിന് അവസാനിക്കും. പിന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത സീസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ സീസണിലെ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാവരുടെയും മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നമുക്കൊരു കംബാക്ക് അനിവാര്യമാണ്. അതിൽ കുറഞ്ഞൊന്നും തന്നെ മാനേജ്മെൻറ്റിന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം പ്രഷർ അവർക്കുണ്ട്. ഫാൻസ് ആഗ്രഹിക്കുന്ന തലത്തിൽ ടീമിനെ സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് അവർ ഇത്തവണ അറിഞ്ഞു. മൊത്തത്തിൽ അടുത്ത സീസൺ നടന്നാലെന്ന് പറയുന്ന വേറെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്, അതിലേക്ക് പിന്നെ വരാം. മിനിമം ഒരു സിൽവർ വെയർ എങ്കിലും നമ്മൾ അടുത്ത സീസണിൽ അടിക്കണം. അത്തരത്തിലുള്ളൊരു ടീമിനെ വേണം നമ്മൾ ഇറക്കാനായിട്ട്. അതിനെ കുറിച്ചൊന്നും തന്നെ മാനേജ്മെൻറ്റിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം പ്രഷർ അവർക്ക് മേലുണ്ട്. അടുത്ത സീസണിലെ പെർഫോമൻസ് എന്തായാലും ക്രൂഷ്യലാണ്. ഒരു പക്ഷേ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിലവിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാവി പോലും നിർണ്ണയിക്കപ്പെടുന്നുണ്ടാവുക. അതിനോടനുബന്ധിച്ച് അടുത്ത സീസണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ടീമിനൊപ്പം നിലവിലുള്ള താരങ്ങളിൽ പകുതിയിലധികം താരങ്ങളുടെയും കോൺട്രാക്റ്റ് വരുന്ന മെയ് 31 അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മെയ് 31 കരാർ അവസാനിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഇവരൊക്കെയാണ്: ജെയ് കുറ്റിംഗോ, മർലോൺ റൂയിസ്, കെവിൻ യോക്ക്, വിക്ടർ ബെർട്ടമു, ഫാലു എൻഡായ്, മാത്യാസ് ഹെർണാണ്ടസ്, ഡാനിഷ് ഫറൂഖ് ഭട്ട്, ഐബൻ ജോലിംഗ്, സച്ചിൻ സുരേഷ്, റൗളിൻ ബോജസ്, മുഹമ്മദ് അജിസൽ, സലാവുദ്ദീൻ അദ്നാൻ, നിഹാൽ സുധീഷ്, എബിൻദാസ് യേശുദാസ്, ഫ്രാഞ്ചു ബെനാരിഫ്, ടൈസൺ. ഇവരിൽ ആരെയൊക്കെ നിലനിർത്തുമെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും മാറ്റുമോ, അതും അല്ലെങ്കിൽ പെർഫോം ചെയ്തവരെ നിലനിർത്തി ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേ ബി ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിലെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താരങ്ങളെ നിലനിർത്തുന്ന കാര്യത്തിലും ഒഴിവാക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക.